ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് കാസിൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പപ്പടം കൊണ്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് പപ്പടം ഉപ്പേരി. നമ്മൾ സാധാരണ പപ്പടം വറുക്കുന്നത് പോലെയല്ല, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഫ്ലേവേഴ്സൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് പപ്പടം ഉപ്പേരിയെന്നോ പപ്പടം മെഴുക്ക് പുരട്ടിയെന്നോ പപ്പടം ഉലർത്തിയത് അങ്ങനെയൊക്കെ പല പേരിട്ട് വിളിക്കാം. എന്തായാലും സംഭവമൊക്കെ ഒന്ന് തന്നെ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇത് പപ്പടമാണ്. പപ്പടം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പപ്പടം 5 പപ്പടം അത്ര എടുത്തിട്ടുള്ളൂ. ഇത് ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് റെഡ് ചില്ലി ഫ്ലേക്സ്. പല നാടുകളിലും ഇതിനെ പല പേരിട്ടാണ് വിളിക്കുക. ചിലർ ഇതിനെ ചതമുളക് എന്ന് പറയും, ഇടിമുളക് എന്ന് പറയും, വറ്റൽമുളക് എന്ന് പറയും, പിന്നെ എന്തൊക്കെയോ പേരുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നമുക്ക് ആവശ്യമാണ്. ഇത് ചെറിയുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ അരിയുന്നത് പോലെ സാധാരണ ചതയ്ക്കാറാണ് പതിവ്, ചിലയിടത്ത് അരിയാറുണ്ട് അതുപോലെ. പിന്നെ വേണ്ടത് ഒരു 2-3 അല്ലി തൊണ്ടോട് കൂടിയ വെളുത്തുള്ളിയാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ് ചതച്ചിട്ട്, അപ്പോൾ തൊണ്ടോട് കൂടി വേണം. പിന്നെ വേണ്ടത് കറിവേപ്പില. ഇപ്പം ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ കോക്കനട്ട് ഓയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ തീ വളരെ കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് വലിയ പൊട്ടിത്തെറിയൊന്നും ഇല്ലാത്തത്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗണിഷ് കളറ് വരുന്നത് വരെ വഴറ്റണം. അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ ഫ്രൈ ആവുന്ന വരെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. കാരണം എന്നാലും അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ പച്ചയ്ക്ക് ഉള്ളി കിടന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളി ഒരു പകുതിയോളം മൂത്ത് കഴിഞ്ഞു. ഉള്ളി മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ചതച്ച മുളക്, വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. മുളകൊക്കെ ആവശ്യത്തിന് കേട്ടോ, നമ്മുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കാം. നമ്മുടെ ഉള്ളി പകുതിയോളം മൂപ്പാവുമ്പോഴത്തേക്ക് നമ്മൾ മുളക് ഇടണം, എന്നാലത് ഫുൾ കുക്കായിട്ട് വരുള്ളൂ. അതായത് മുളക് ഇട്ടതിന് ശേഷം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും, ഒത്തിരി അങ്ങോട്ട് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഉള്ളി മുളക് ഇട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഇടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റുമ്പോൾ നല്ല പാകമായിട്ട് ഫ്രൈ ആയിട്ട് വരും. നല്ല ഗ്രീൻ കളറിൽ കിടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് പാകമായതിന് ശേഷം നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ അതേ പാത്രത്തിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതിൽ തന്നെ പപ്പടം വറക്കാം, അതിനാണ് ഞാൻ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചത്. അതിന് മുമ്പായിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ മിക്സറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളി ഫ്രൈ ചെയ്തിടാറുണ്ട്. അത് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് തന്നെ വന്നോളും. അതിന് വേണ്ടിയിട്ടാണ് തൊണ്ടോടുകൂടി ചതച്ച് ഇടാൻ പറയുന്നത്. നമ്മൾ സാധാരണ ഊണിന് വേണ്ടിയിട്ട് പപ്പടം സാധാരണ പോലെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണ് പതിവ്. പ്രത്യേക ഫ്ലേവറൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്നും കഴിക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തത ഉണ്ടാകുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. നമ്മൾ
വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. അത് കോരി മാറ്റി വയ്ക്കണം. ഇനി ഇതിൽ തന്നെ നമുക്ക് പപ്പടം വറുത്തെടുക്കാം. കാരണം ലാസ്റ്റ് പപ്പടം പൊടിക്കാനുള്ളതാണ്. പപ്പടം വറുത്തെടുക്കുക. സാധാരണ ഞാൻ പപ്പടം വറുക്കുമ്പോൾ കുഴിഞ്ഞ ഏതെങ്കിലും ചീഞ്ചട്ടിയാണ് എടുക്കാറ് പതിവ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം അതിൽ തന്നെ ഇട്ട് വറുത്തന്നേ ഉള്ളൂ. കുറച്ചുകൂടി കുഴിഞ്ഞൊരു ചീഞ്ചട്ടിയോ അതിലൊക്കെ ഇട്ട് പപ്പടം വറുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പൊളച്ച് നല്ല ഇതായിട്ട് വരും. അപ്പം ഇതുപോലെ ബാക്കിയുള്ള പപ്പടങ്ങളും വറുത്തെടുക്കുക. അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാ പപ്പടവും അതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ചതച്ച മുളകും വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ അതുണ്ട്. ഇനി നമ്മളിത് ഈ പപ്പടം കൈ വെച്ചൊന്ന് പൊടിക്കുകയാണ്. നല്ല ഇതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. ഞാൻ വലിയ കഷ്ണങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. പതുക്കെ, അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്, എന്നാലും ചെറിയ ചെറിയ പീസായിട്ട് വളരെ പൊടിയായിട്ട് പൊടിച്ചു കൊടുക്കുക. എന്നാൽ വളരെ അങ്ങോട്ട് പൊടിഞ്ഞു പോകരുത്, എന്നാൽ വളരെ വലിയ കഷ്ണങ്ങളും ഉണ്ടാവരുത്. നമ്മൾ സാധാരണ കൈ വെച്ച് ഇങ്ങനെ പൊടിക്കുമ്പോൾ നമ്മൾ ചോറിലൊക്കെ ഇട്ട് പൊടിക്കില്ലേ, ആ ഒരു പരുവം. ഒരുപാട് വലിയ കഷ്ണങ്ങൾ നമുക്ക് വേണ്ട. പീസായി കിടന്ന അതിൻ്റെ ഫ്ലേവർ എല്ലാത്തിലും പിടിക്കില്ല. ഇനി നമ്മൾ നേരത്തെ വെച്ചിരുന്ന വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില, പിന്നെന്താ ചതച്ച മുളക്, അതൊക്കെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് വീണ്ടും മിക്സ് ചെയ്യാണ്. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ പപ്പടത്തിൽ പിടിക്കുകയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന ഈ സ്റ്റേജ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കായംപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല, കാരണം അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാടൊന്നും വാരി ഇടരുത്. ഒരു 2 പിഞ്ച് ഇടാം, ആവശ്യമുണ്ടെങ്കിൽ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാം, ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ചേർക്കാത്തത് ഇത് ബേസിക്കായിട്ട് കാണിക്കുന്നേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ മിച്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും പപ്പടത്തിന്, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെയാണ് പൊട്ടുകടല ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെ ഇടുകയാണെങ്കിലും പ്രത്യേക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് രണ്ടും ഓപ്ഷണലാണ്, ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പം നല്ലപോലെ പപ്പടം കൈ കൊണ്ട് പൊടിച്ചു കൊടുക്കുക, ഏകദേശം ഒരു പരുവം. അപ്പോഴാണ് നമുക്ക് ചോറിൽ ഇട്ട് കഴിക്കുമ്പോൾ ഇതിലെല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പപ്പടം ഉപ്പേരി തയ്യാറായിട്ടുണ്ട്. നല്ല ഭംഗിയിലൊക്കെ പ്ലേറ്റ് ചെയ്ത് വെക്കുക, കാണുന്നവർക്ക് വളരെ ഡിഫറെൻറ്റ് ഫീലിംഗ് ഉണ്ടായിക്കോട്ടെ. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഊണിന് മുമ്പായിട്ട് പപ്പടം വറക്കുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ആലോചിക്കുക, ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സബ്സ്ക്രൈബ് ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാത്തിനും അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.